അയ്യോ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം സമയം എത്ര മണിയായെന്നറിയോ? കറക്റ്റ് 7 മണിയായി. രാവിലെ 7 മണി. മര്യാദയ്ക്ക് 8 മണി വരെയും 10 മണി വരെയും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ ഉറക്കം നിങ്ങളെല്ലാവരും കൂടി കളഞ്ഞു. നിങ്ങൾ തന്നിരിക്കുന്ന ഈ സെറ്റുകൾ ഇവിടെ ഇരിക്കുന്നു ഓർക്കുമ്പോൾ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ദുസ്വപ്നം കണ്ട് ഞാൻ ചാടി എഴുന്നേക്കാണ്. അതുകൊണ്ട് 5 മണിക്കേ എഴുന്നേറ്റു, കാപ്പിയെല്ലാം കുടിച്ച് 7 മണിക്കേ പണിക്ക് കയറി. പിന്നെ ഞാനൊരു ആശ്വാസം കാണുന്ന 24-ലെ ശ്രീകണ്ഠൻ നായർ 7 മണിയാകുമ്പോൾ ഫ്ലോറിൽ വരുന്നുണ്ടല്ലോ. അങ്ങേർക്ക് എന്നെക്കാളും പ്രായമുണ്ടല്ലോ. പുള്ളി ചാടി 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 തുള്ളി വരുന്നുണ്ടെങ്കിൽ ഞാനും ചാടി വരണ്ടേന്ന് പറഞ്ഞ് ഞാൻ വന്ന. അപ്പോൾ നമുക്ക് രാവിലെ ഒരു CRT TV, ഏതാണ്ടൊരു 10-18 വർഷം പഴക്കമുള്ള TV ആണ്. നമ്മൾ അവനെ തുറക്കാൻ പോവാണ്. നമ്മൾ തന്നെ പണ്ട് വിറ്റ ഒരു TV ആണ്. അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഇപ്പോഴാണ് കംപ്ലൈൻ്റ് ആകുന്നത്. പുതിയ LED TV ഒക്കെ മേടിച്ച് 3-4 എണ്ണമൊക്കെ മേടിച്ച് കാശ് പോയ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞാൻ ഈ TV തുറക്കാം. കാരണം അന്നത്തെ ആ ക്വാളിറ്റി ഇന്ന് നമുക്ക് ഒരു സാധനത്തിനും ഇല്ലെന്നായി. എല്ലാത്തിനും ലൈഫ് ഇല്ലെന്നായി. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നു. LED TVയുടെ ടെക്നോളജി തന്നെ ഒരു 3 വർഷത്തേക്ക് മാക്സിമം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി ആയിപ്പോയി. എന്നാൽ ചില സെറ്റൊക്കെ 8-9 വർഷം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. ഞങ്ങൾ താഴെ പോവാണ്. 1-2 സ്ക്രൂ കൂടെ വെച്ചിട്ട് പോകും. അതേ വരുമ്പോഴേ അടുത്ത പണി ചെയ്യാം. ഇതാണ് പണി നമ്മൾ പെൻഡിങ്. ഈ 7 മണിക്ക് തന്നെ കായംകുളത്ത് നിന്ന് ആളെത്തിയിരിക്കുന്നു. പിന്നെ എന്നാ ചെയ്യുക? സാറേ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്ത്. രാവിലെ എഴുന്നേറ്റ് വന്നതല്ലേ? ഗുഡ് മോർണിംഗ്. കഴിച്ചോ. വീഡിയോ പിടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് പല വീഡിയോസും ഇടാൻ പറ്റുന്നില്ല. ഇത് പിടിക്കാൻ പോകുമ്പോഴത്തേക്കും പണി ഇരട്ടിയാവും. ഓക്കെ, അവരാന്ന് തോന്നുന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം. ഓക്കെ, ശരി. തക്കാലം ഇതിൻ്റെ ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. അതേലോ, പറഞ്ഞോളൂ. എവിടുന്ന് വിളിക്കുന്നത്? കൊണ്ടുവന്നാൽ മതിയേ, ചെയ്തു തരാം. ഇത് കാഞ്ഞിരപ്പള്ളി, മൂവാറ്റുപുഴ, തൊടുപുഴ, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി. അയ്യോ, അത് കണ്ടില്ലല്ലോ. എന്നാ കംപ്ലൈൻ്റ് തന്നെ. ബോർഡ് കംപ്ലൈൻറ്റ് കൊണ്ടും വരും, പാനൽ കംപ്ലൈൻറ്റ് കൊണ്ടും വരും. അതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. കാലിന് പോയതാണെങ്കിൽ അപ്പോൾ നോക്കിയാലല്ലേ നമുക്ക് എന്നാ കംപ്ലൈൻ്റ് എന്ന് അറിയത്തില്ല. ബോർഡാണെങ്കിൽ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം. സർവീസ് ചെയ്യാത്തതിനും ബോർഡ് മാറിയാൽ മതി. പാനലാണെങ്കിൽ ഒത്തിരി വില വരും. 4K പാനലാണെങ്കിൽ 15 രൂപയൊക്കെ വരുമായിരിക്കും. അത് നോക്കിയാലേ അറിയത്തുള്ളൂ. നമുക്ക് നോക്കാതെ എന്നാ കംപ്ലൈൻ്റ് എന്ന് പച്ച കളർ കയറി വരുവാന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നിന്ന് പോകുമെന്നല്ല. അപ്പോൾ മദർ ബോർഡിൻ്റെയോ പ്രോസസ്സറിൻ്റെയോ എല്ലാം കംപ്ലൈൻ്റ് അതെല്ലാം നോക്കിയിട്ട് പറയും. ചുമ്മാ അത് പറഞ്ഞിട്ട് നോക്കിയിട്ട് പറയാം. കൊണ്ടുവന്നാൽ മതി. ഓക്കെ. നീ ഒന്നും കേട്ടോ ജ്യോതിഷം പറയാൻ തുടങ്ങി ജിൻസി. ഈ കണിയാൻ പറയുന്നത് അത്രയാവും ഇത്രയാവും എന്നൊക്കെ പറയുന്നു. ഇല്ല, അവർ ചോദിക്കുന്ന അവരുടെ വിവരക്കേട്.
ഒരു സെറ്റ് നോക്കാതെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നാന്ന് ഇങ്ങനെ പറയും. എൻ്റെ പമ്പ് തരാമോ? പമ്പ് എത്ര രൂപ കംപ്ലൈൻറ്റ് എന്നാന്ന് അറിയുന്നത്? എന്നെ ഊള ചോദ്യമൊക്കെ. ക്ലീനർ വെച്ച് വണ്ടിനെല്ലാം പിടിച്ചെടുത്ത് നല്ല വൃത്തിയായിട്ടുണ്ട്. അതിനൊക്കെ ലെൻസോടെ തലോട്ടെടുത്ത് വെച്ച് കുഴപ്പമില്ല. ഈ നോസിലർ ഓഫ് ചെയ്തിട്ട് ഈ ബോർഡേ വന്ന് ഇപ്പുറത്തെ സൈഡിൽ വന്ന് പിടിച്ച് കൊണ്ടുവരെ ശരിയാക്കാം. പക്ഷെ ഫ്ലെക്സ് എടുത്തിട്ട് ഉണ്ട് ഇതിനകത്ത്. എൻ്റെ കോയിൽ പൊട്ടിയില്ല എനിക്ക്, സമയം പോകുമല്ലോ. ഒരു നീല കൂടുണ്ട്, അത് കണ്ടുപിടിക്കുക എനിക്ക്. നീല അടയ്ക്കുന്ന ഒരടപ്പുള്ള ഒരു സാധനം, അതിനകത്ത് കോയിൽ പോയിരിക്കുകയാണ്, എച്ച് പോയിരിക്കുകയാണ്. അല്ല, നമ്മൾ വേറൊരു കിറ്റെന്ന് എടുക്കുകയാണ്. ഇത് സ്പെയർ ഒന്നും സത്യം പറഞ്ഞ മക്കളെ മേടിക്കാൻ കിട്ടിയില്ല, അതാണ് മെയിൻ പ്രശ്നം. സാധാരണ മെക്കാനിക്കുകളൊക്കെ പറ്റിയില്ലെന്ന് പറയുന്നത് ഇതാണ്. ഈ ഹൊറിസോണ്ടൽ ഓസിലേറ്റർ കോയിലൊക്കെ മേടിക്കാൻ കിട്ടുകയില്ലെങ്കിൽ പിന്നെ എങ്ങനെ സർവീസ് ചെയ്യും? ഞാൻ റെഡി ചെയ്യുന്നതൊക്കെ നല്ല ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല. ഒരു കാര്യം, ഇതാണ് ഇവിടെ ഇരിക്കുന്ന കോയിലാണ്. ഇവിടെ ഇപ്പം ഞാൻ വേറൊരു സാധനം, ഇതാണ് എച്ചോട്ട്. രണ്ട് സാധനം ഇപ്പോൾ പോയിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ടാൽ അറിയാം. എങ്ങോട്ട് നിൽക്കുന്നില്ലെങ്കിൽ കോയിൽ അണ്ട കിടക്കണം. അതൊരു ചൂലെടുത്ത് ഞാൻ അടിച്ചെടുത്തു. ടിന്നറിഞ്ഞിരുന്നു. ഇതാണ് കോയില്. ഈ കോയിലാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ കോയില് ഇത് കണ്ടോ, ഈ സൈഡ് കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ സൈഡ് 3 ലെഗുണ്ട്, ഈ സൈഡ് 2 ലെഗുണ്ട്. ഇത് ഒരു കവറിട്ട് സോണിക്ക് വെക്കാമായിരുന്നു. ഒരു കവറിട്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും കംപ്ലൈൻറ്റ് വരികയില്ല. പിന്നെ കവറില്ലെങ്കിലും വർക്കിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കോയിൽ അവസാനം ഇടാം, ട്രാൻസിസ്റ്റർ ആദ്യം ഇടാം.
കാരണം തട്ടി അന്നേരം കോയിൽ പോകും. എന്തെങ്കിലും കുഴപ്പം വന്നാൽ കോയിൽ പോകും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഇതാണ്, പുതിയ ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇടാൻ പോവാണ്. ഒരു മൊനയുള്ള ഇതാണ് ഉള്ളത്. കപ്പാസിറ്റർ ചാർജ് കിടക്കുന്നതാ. അത് കുത്തി വെച്ചേക്കുവാണോ? അല്ല, അത് കിടക്കുന്ന ചാർജ് കിടക്കുന്ന കപ്പാസിറ്ററിനകത്ത്. ബൾബിഞ്ഞില്ല, ഇനി അവസ്ഥ മാറ്റണം. ബൾബിഞ്ഞില്ല. പാവത്തിനോട്ട് ഒരടിയൊക്കെ കിട്ടി, എന്നാ ചെയ്യാനാ. അത് കപ്പാസിറ്റർ ചാർജ് കിടക്കുന്നു. എന്തൊരു കരിയ, ഡ്രസ് മുഴുവൻ ആവില്ല. പ്ലേ ഒരു ചെറിയ മണമുള്ള ഒരു സ്കൂട്ടർ ഞാൻ. ഇത് പോരാ, ഇതിലും മണമുള്ളൂ. ട്യൂസർ ഞാൻ ചെറിയ ട്യൂസർ. ഇതുപോലെ ഇച്ചിരി ചെറിയൊരു ട്യൂസർ അവിടെ ഒടിഞ്ഞിരിപ്പുണ്ടെന്ന്. പോയി ഓക്കെ. മറ്റേ ട്യൂസർ എന്ത് ചുമല പഴയ അച്ചോട്ട് കാണിച്ച് പോയത്. ഇത് പോയത്, ഇത് നല്ലത്. പോയതാണ് നല്ലത്. ഈ ഒറ്റ പ്രശ്നമുള്ളൂ, ഈ എല്ലോറ്റിയുടെ പുറകിൽ കൊണ്ട് എച്ച് ട്രാൻസിസ്റ്റർ വെച്ചത്. എല്ലാത്തിൻ്റെ എല്ലോറ്റിയുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. കുറച്ചുകൂടെ ഒരു ഡിസൈൻ ചെയ്ത് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരിക്കാം. കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇടാനും എടുക്കാനും എളുപ്പമുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം ഇടാം.
ഇപ്പോഴത്തെ സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്ററാണ്. ഇത് സ്ക്രൂ ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ഇത് സോൾഡർ ചെയ്യാൻ. അതായത് ആ ഹൈറ്റ് ശരിയാതെ വരും. ആദ്യം ഈ സാധനം വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം. ആ ബെല്ല് ഓണാക്കി വെച്ചാൽ ആരെങ്കിലും താഴെ വന്നാൽ. ആരാണ്? ഹലോ 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 പറഞ്ഞോളൂ. ആ ആ കാഞ്ഞിരപ്പള്ളി. എവിടെ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. കണ്ണൂർ ഭാഗത്ത് വല്ലതും ഉണ്ടോ? ആ കൊണ്ടുവരാം, മാറിത്തരാം. ആ കൊണ്ടുവരാം, മാറിത്തരാം. കാഞ്ഞിരപ്പള്ളി. ആ കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് സോണി ഇലക്ട്രോണിക്സ്, സോണി ഓതറൈസ് ഷോറൂം, കാഞ്ഞിരപ്പള്ളി. അപ്പോൾ ആ അഡ്രസ്സിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. പറഞ്ഞാൽ മതി. സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്ന് അടിച്ചാൽ മതി. അത് 2K ഉണ്ട്, 4K ഉണ്ട്. 2K ആണോ 4K ആണോ? 4K ആണോ ഒരു 15 രൂപ അടുത്ത് വരും. ആ ആയിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ. കച്ചവട്ട് നമ്മളിട്ടു, സോൾഡർ ചെയ്തു. വേണ്ടേ? ഇനി ഈ ഫോൺ വരുന്നതുകൊണ്ടാണ് കേട്ടോ പല വീഡിയോസും എടുക്കാൻ പറ്റാതെ. ഈ ഫോൺ എടുക്കാൻ പോകുന്നതുകൊണ്ട് വീഡിയോ കട്ടായി പോകുന്നത്. എന്നാലും ഞങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞേക്കല്ലേ. അല്ലെ ഫോൺ കോൾസ് എല്ലാം വീഡിയോയിൽ കയറി വരും. അല്ല ഫോൺ കോൾ എല്ലാം വീഡിയോയിൽ കയറി വരും. അതെല്ലാം പിന്നെ എന്നാലും അത്രയും ശ്രദ്ധിച്ചിട്ടും പല വീഡിയോസിലും ഫോൺ കോൾസ് കയറി വരുന്നുണ്ട്. അപ്പം പ്രധാനപ്പെട്ട പോയിന്റ് വരുമ്പോൾ നമുക്ക് കട്ടാക്കാൻ പറ്റിയല്ലോ, വീഡിയോ അത് പോകുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സദയം ശ്രമിക്കുക. കോയിലിടുകയാണ്. ഒരു സൈഡിൽ 2 പിന്നും ഒരു സൈഡിൽ 3 പിന്നുമുള്ള കോയിലാണ്. ഈ കോയിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ നിങ്ങൾ വിചാരിക്കില്ല, കിട്ടത്തില്ല. സ്ഥിരമായിട്ട് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിനൊരു കവർ ഇട്ടിരുന്നെങ്കിൽ ഇത് അത്രയും കംപ്ലൈൻറ്റ് വരികയില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കമ്പനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പല കാര്യങ്ങൾ വേറെ കാണും. ലഡ് തന്ന് ഇവിടെ സോൾഡർ പിടിക്കണം. അത് ലഡിഞ്ഞ് കൊണ്ടൊന്ന് പിടിച്ചു. ഇവിടെ എനിക്കത് വിടാൻ പറ്റിയില്ല. ഇവിടെ ശരി ലഡ് വെച്ചു. ഓക്കെ. ആ ഇനി വിട്ടോ. ഇനി ഞാൻ പിടിച്ചോളാം. വഞ്ചികാലം കൊടുത്തു. ഇനി നമ്മൾ TV ഒന്ന് ഓണാക്കണം. PTC കുത്തിയിട്ട്. അത് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ TV ഓണാവും. ഉച്ചോട്ട് കംപ്ലൈൻ്റ് ആണെങ്കിൽ, അതായത് LVT കംപ്ലൈൻ്റ് ആണെങ്കിൽ മാത്രം TV ഓഫാവും. അതൊന്ന് തിരിയുന്നില്ല.
ഓണാക്കി നോക്കാം. ഓക്കെ, രക്ഷപ്പെട്ടിട്ടുണ്ട്. ട്യൂബ് തെളിഞ്ഞാൽ മതി. പച്ച കത്തുന്നുണ്ട്. ട്യൂബ് തെളിയുന്നുണ്ടോ നോക്കട്ടെ. ആ, ട്യൂബും തെളിഞ്ഞു. വെരി ഗുഡ്. വീഡിയോ വന്നു. ഓക്കെ, അപ്പോൾ നിർത്തിക്കും. ഞാൻ ഇച്ചിരി ഗ്ലൂവും കൂടി ഇട്ട് ഇത് അടക്കി വേണം. ഗ്ലൂ ഇട്ടെന്ന് കാണിച്ചു. ഇച്ചിരി ഇനി ഈ കോയിൽ പോകാതിരിക്കാൻ ഞാൻ എൻ്റേതായിട്ടൊരു പശ ഇടുകയാണ്. അതിനൊരു കവറിങ് ഞാനായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഗ്ലൂവിനകത്ത് അവനെ കവർ ചെയ്തു. കാണിച്ചു തരാം. കവർ ചെയ്തിരിക്കും. ആണെന്നുണ്ടോ? ഓക്കെ, ശരി, വെച്ചോ. മാറ്റിക്കോ. അടച്ചാൽ മതി. പണി കഴിഞ്ഞാൽ CRTT ഉണ്ട്. ഇത് മുഴുവൻ കൈ മുഴുവൻ കരി, ദേഹം മുഴുവൻ കരി. അതുകൊണ്ടാണ് ആരും CRTT ഒന്നും പണിയത്തില്ലാത്തത്. ഇതിപ്പോൾ നമുക്ക് സ്പീക്കർ കൊടുക്കണം. സ്പീക്കർ കൊടുത്തു. ഇനി സ്വിച്ച് കൊടുക്കാനുണ്ട്. ഇവിടെ സ്വിച്ചുണ്ട്. സ്വിച്ചുണ്ട്. പിന്നെ ഈ സാധനം ഇവിടെയാണ് വെക്കുന്നത്. ഇവിടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടെ ഒരു കൊളുത്തുണ്ട്. ഈ കൊളുത്തിനകത്ത് കയറ്റി വെക്കും. അപ്പോൾ അതും ക്ലിയറായി. നമുക്കൊരു ഓണായി ഒരു പടം നോക്കിയാലോ? ഹലോ, കാഞ്ഞിരപ്പള്ളി. ആ എന്നായിരുന്നു? ആ, എത്ര ഇഞ്ചാ? മോഡൽ നമ്പർ ഏതാ? മോഡൽ നമ്പർ
ആ വാട്സാപ്പ് നോക്കാൻ നേരമില്ല, സർവീസ് നമ്മൾ പണിയുടെ ഇടയ്ക്ക്. മോഡൽ നമ്പർ നമ്മൾ പണിയുടെ ഇടയ്ക്കാണ്. മോഡൽ മോഡൽ നമ്പർ നമ്പർ നോക്കി എടുത്തിട്ട് വിളിക്കുക കേട്ടോ. വാട്സാപ്പിൽ ഓക്കെ. ഇടണ്ട. ആ നോക്കിയിട്ട് അതെ, അത് സെറ്റിന്റെ വാട്സാപ്പിൽ പുറകിലുണ്ട്, അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. വാട്സാപ്പ് ഒന്നും നോക്കാൻ നേരമില്ല, വെച്ചോ. ഞാൻ അതിൻ്റെയും കൂടെ കുറവുള്ളൂ. ഉണ്ട് ഇതിലെ കരിയുണ്ടോ? കരി എടുത്ത് കളഞ്ഞിട്ടേ ആർക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ആവും. അങ്ങനെയും കംപ്ലൈൻറ്റ് വരാവേ. ഇത്രയും വർഷത്തെ കരിയാണ് ഇത്. കാർബൺ ഡാത്തൂടെ കണ്ടക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാണേലും എനിക്കൊന്ന് പോയി കുളിച്ചിട്ട് വരണം. ഇപ്പം ടി വി നന്നാക്കി വകയാൽ അതുപോലെ എൻ്റെ ദേഹത്തും കയ്യേലും എല്ലാം കരിയായി. ഇത് കണ്ടോ, മൊത്തത്തിൽ കരിയായി. ഇത്രയും വർഷം വർക്ക് ചെയ്ത കരിയായിരിക്കുന്നത്. അടിപൊളി കരിയാ. എന്താ അല്ലാതെ കാണിച്ച് എൻ്റെ കയ്യേലും മൂക്കേലും വായേലും ഇല്ലായി. ഓഡിയോ കൂടെ നോക്കിയാൽ ഒന്ന് ഓണാക്കി. ടി വി നമ്മൾ ഓഫ് ചെയ്തു അല്ലേ? ഓക്കെ. ഒരു മണ്ടത്തിനും ചോദിച്ചിട്ട് വന്നോളൂ. അച്ഛൻ പോകുന്നത് നീ കണ്ടിട്ടില്ലേ? നമ്മള് പ്ലെയിനിലാ പോകുന്നേ. ഇവിടെ പിള്ളേർ പ്ലെയിനിൽ പോകുന്നതിനെ പറ്റി പ്ലെയിനിലല്ലാതെ ബാസ്കറ്റിൽ പോകാൻ പറ്റുമോ സുഷമേ? അതേലോ, പറഞ്ഞോ. ആ പറഞ്ഞോ. ഒരു യമഹാഡ് AVR കൊണ്ടുവന്ന് കാണിക്കാനായിട്ടായിരുന്നു. ആ സമയം കുഴപ്പമില്ല, കുഴപ്പമില്ല. മാത്രം കൊണ്ടുവന്നാൽ മതി. ടിവിയുടെ കാര്യം അറിയാൻ വേണ്ടിയാണ്. ആ പറഞ്ഞോ. നമ്മളെ ടിവിയുടെ ഒരു ടിവിയാണ്. അപ്പൊ അതിനകത്ത് സൗണ്ട് ഇല്ല, സൗണ്ട് ഉണ്ട്. മോഡൽ നമ്പർ കാണുന്നില്ല. മോഡൽ നമ്പർ മോഡൽ നമ്പർ LG ആണ്. അത് കമ്പനിയല്ലേ. മോഡൽ നമ്പർ മോഡൽ നമ്പർ എടുത്തിട്ട് വിളിക്കാം. മോഡൽ നമ്പർ എടുത്തിട്ട് വിളിച്ചാൽ മതിയേ. നമ്മൾ ഈ മോഡൽ നമ്പർ ചോദിക്കുന്നതേ അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആളെ തിരിച്ചറിയണ്ടേ. നമ്മുടെ പേര് വെച്ചല്ലേ. ഇപ്പം എൻ്റെ പേര് സോണി എന്നാണ്. ഞാനൊരു ആണാണ്, ഞാനൊരു പുരുഷനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരാണെന്നറിയാമല്ലോ. എൻ്റെ പേരാണെന്നറിയാം. അങ്ങപ്പം നമ്മൾ എന്നെ തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ കേസിൽ നമുക്ക് ആരാന്നറിയാൻ പറ്റിയല്ലോ. നമ്മുടെ നാട്ടിൽ എത്ര ആണുങ്ങളുണ്ട്. ഞാനൊരാണാണ്, ഞാനൊരു പെണ്ണാന്ന് പറയുന്ന പോലെ ഉള്ളൂ. LG ആണ്, സാംസങ് ആണെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ കൃത്യമായ മോഡൽ നമ്പർ അറിയുവാണെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ കൃത്യമായ മറുപടി കിട്ടാനല്ലേ നിങ്ങൾ നമ്മുടെ അടുത്ത് വിളിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടാനല്ലേ നമ്മുടെ അടുത്ത് വിളിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായ മറുപടി എനിക്ക് പറയണമെങ്കിൽ എനിക്ക് നിങ്ങൾ വിളിക്കുന്ന ബ്രാൻഡും മോഡൽ നമ്പറും എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ വലിയ ഉപകാരമാണ്. കാരണം സാറിൻ്റെ സമയം പോകാല. സാറ് ഈ വിവരം അറിയാനാണല്ലോ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ വിവരം പറഞ്ഞു തരാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് ആ ബാധ്യതയിൽ എനിക്ക് പുറകോട്ട് പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അതെല്ലാം ഒന്നൊരു പേപ്പറോട്ട് എഴുതി വെച്ചിട്ട് വിളിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ. ഹലോ. ഹലോ. ആ പറഞ്ഞോളൂ, ഹലോ. പറഞ്ഞോളൂ. അത് ടിവി സർവീസിന്റെ ഓഫീസാണ്. അതെ അതെ അതെ, വേഗം പറഞ്ഞോ. ഓക്കെ, ഞങ്ങൾ സർവീസ് സെൻറ്ററിലാണ്. പറഞ്ഞോളൂ. അതെവിടെയാ? ഇത് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയാണ്. ശരി ശരി. അതും പറഞ്ഞേക്കാം. ഇത് കാഞ്ഞിരപ്പള്ളി സ്ഥലം. തൃശ്ശൂരാണ്, അതുകൊണ്ടാണ്. പറ്റില്ല. ഓക്കെ. എന്നാ പറഞ്ഞു? തൃശ്ശൂരാണ്, തൃശ്ശൂർ. ആ, ഈ ടി വിയൊക്കെ ആദ്യകാലത്ത് വലിയ രാജാവായിട്ട് വാണിരുന്ന ടി വികളാണ്. അപ്പോൾ ഈ ടി വികൾ ഒക്കെ മാറ്റി വെച്ചിട്ട് ഒത്തിരി പേര് ചെറിയ വിലക്കൊക്കെ ഈ സോണിയുടെ വേഗമൊക്കെ ആക്രിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് LED TV കിട്ടിയെന്നുള്ള പ്രതീക്ഷയിൽ ആ LED TV അടിച്ചുപോയി. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പാനൽ മാറി, അതും അടിച്ചുപോയി. വീണ്ടും അടുത്ത LED TV മാറി, അതും അടിച്ചുപോയി. അങ്ങനെ ഒരു 4-5 LED TV അടിച്ചുപോയി. പുറവശത്തെ മാട്ട കെട്ടിയിരിക്കുന്ന LED TV വെച്ചാണ്. അത് കഴിയുമ്പോൾ പറയും എൻ്റെ ആ പഴയ സോണി എന്നെ നല്ലതായിരുന്നു വേഗ, അത് കളയണ്ടായിരുന്നു എന്ന് പറയും. ഇത് 5990 TV കിട്ടുമ്പോൾ ഓടിപ്പോയി മേടിച്ച് എന്നിട്ട് വലിയ അഹങ്കാരത്തിന് കൊണ്ട് ഇത് കളഞ്ഞതാണ്. ഈ ചേട്ടനും അങ്ങനെ കളയാതെ ഉപയോഗിച്ച് ഒരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. ഇപ്പോഴും ഈ ടി വിക്ക് യാതൊരു കുഴപ്പമില്ല.
ഈ ടി വികൾ പോലെ LED ലാസ്റ്റ് ചെയ്യും എന്നാണ് മനുഷ്യരെല്ലാം വിശ്വസിച്ചത്. അങ്ങനെയാണ് നമ്മൾ CRT TV എടുത്ത് കളഞ്ഞത്. പക്ഷേ LED ചതിച്ചു. മൊത്തം കംപ്ലൈൻ്റാണ്. കംപ്ലൈൻറ്റോട് കംപ്ലൈൻറ്റ് എന്നാ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൂട്ടി TV ഒക്കെ കയ്യിലിരിപ്പുണ്ടെ കളയാതെ സൂക്ഷിച്ച് വെച്ചോളൂ. വല്ലപ്പോഴും ഒരു വാർത്തയെങ്കിലും കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ സെറ്റ് റെഡി. ഒരു പാവ മനുഷ്യൻ്റെ സെറ്റായതുകൊണ്ട് കുറച്ച് ദിവസമായി. മിക്കവാറും ദിവസം ആ മനുഷ്യൻ വരും, എന്നും വരും. TV റെഡിയായോ എന്ന് ചോദിച്ച് പറഞ്ഞ് മടുത്തി ഞാൻ. അതുകൊണ്ട് ഞാനിന്ന് റെഡിയാക്കി, കുട്ടപ്പനാക്കി. പുള്ളിക്ക് അറിയാം എന്നെ കൊണ്ട് അത് സാധിക്കുള്ളൂ. അയാൾ എത്ര ദിവസം വേണേലും ഇരിക്കുമെന്നും എനിക്കറിയാം. എന്നാലും ഒരു മര്യാദയില്ല. അമ്മമ്മ കൂട്ട് എന്നാ ചെയ്യാനാ? ഇനിയിപ്പോ ക്യാൻസൽ ചെയ്ത പകുതി കൂടുതൽ കാശ് പോകത്തില്ലേ? ഓ, അത് നടക്കത്തില്ലെന്നേ. എന്നാ പറയാനാ? ഇത് നല്ല മിഡ് റേഞ്ച് ഊഫറും 2 നല്ല ട്യൂട്ടറും ഒക്കെ വെച്ച് സോണി ഇറക്കിയ TV ആയതുകൊണ്ട് ആ ട്യൂട്ടർ ഭയങ്കര എഫക്റ്റാണ്. നല്ല ചില്ലാന്നാണ് അതിൻ്റെ സൗണ്ട് നിൽക്കുന്നത്. അത് കേട്ട് നോക്കിയത് ആ സിനിമയിലെ രംഗങ്ങളാണല്ലോ. അതിനുണ്ടായിരിക്കുന്ന സൗണ്ട് എഫക്റ്റൊക്കെ ഭയങ്കര. ഇപ്പോഴും നമ്മുടെ LED TVക്കൊക്കെ ചുമ്മാ ഒരു കുഞ്ഞ് സ്പീക്കറല്ലേ ഉള്ളൂ. അതിനൊന്നും ഒട്ടും ഒച്ചയില്ല, ഒന്നുമില്ല. നല്ല സൂപ്പർ TV ആണ്. മൂടൽ വില വരുന്ന അറിയാമല്ലോ നമുക്ക്. ആ ക്യാമറ പിടിക്കുമ്പോൾ വരുന്നതാണ് ഇങ്ങനെ അങ്ങനെ വരും. പക്ഷെ നമുക്ക് വീഡിയോ കാണുമ്പോൾ നല്ല സൂപ്പർ വീഡിയോ ആണ്. അത് ഇതുപോലെ തന്നെ ഇരിക്കും വീഡിയോ. അപ്പം നമ്മുടെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് കണ്ടോ, CRT TVയുടെ ഫ്രണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ എന്നാ സുഖമാണ്. നല്ല ഗ്ലാസ് ആയതുകൊണ്ട് നല്ല സുഖമാണ്. LED TVങ്ങാനും ഇങ്ങനെ തുടച്ചു വിട്ടാണ്ടല്ലോ. ഇത് രാത്രി സീനാണ് കാണുന്നത്. രാത്രി സീനായതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അല്ല മെഴുകുതിരിയൊക്കെ കത്തിച്ച് നീല വെളിച്ചം കാണുന്നത്. ഈ ഫോണൊന്നെടുത്ത് അപ്പം അങ്ങനെ ആണ് നമ്മളിത് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് എത്ര വർഷം കഴിഞ്ഞാലും അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടത്തൊന്നുമല്ല. ഫ്രണ്ടിൽ നിന്ന് ഒരു ഇടിച്ചാൽ പോലും പൊട്ടത്തില്ല. പിന്നെ അതിൻ്റെ അകത്തുള്ള ഫിറ്റിങ്സൊക്കെ ചിലപ്പം ഇതായി വരും. കളർ ചേഞ്ച് കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു ഒരു ഫിലിപ്സിൻ്റെ സെറ്റ്. ആ ഫിലിപ്സിൻ്റെ സെറ്റിന് നമുക്ക് അതിൻ്റെ ട്യൂബ് മാറേണ്ടി വരും. അത് താഴെ വീഴുവാണ്ടൊക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് താഴെ വീഴാതെയും ശക്തമായി ഇടി കിട്ടാതെയൊക്കെ നമുക്ക് നോക്കിയാൽ മതി. അതുള്ളൂ ഇതിൻ്റെ കാര്യം. എന്നാണേലും ഇത് കൂട്ടി TVകളിരിക്കുന്ന ആരും കളയാൻ നിൽക്കണ്ട കേട്ടോ. കയ്യിലിരുന്നോട്ടെ. ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സർവീസ് ചെയ്തും തരാം. ഇതിൻ്റെ എന്നാ സ്പെയർ വേണേലും നമ്മുടെ കയ്യിലുണ്ട്. ഫുൾ സ്പെയർ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ കിറ്റ് തന്നെ എൻ്റെ ഒരു 50 കിറ്റുകളും വർക്ക് ചെയ്യുന്ന ഇരിപ്പുണ്ട്. ഓക്കെ, താങ്ക് യു.